നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാറുണ്ടാക്കാതിരിച്ചു തേങ്ങ അരച്ചിട്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് നത്തോലി കറി വെക്കാനുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പിന്നെ ഒരു ഉള്ളിയും പിന്നെ ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളിയും ഒരു 5-6 വറ്റൽമുളക്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, 5-6 വറ്റൽമുളകും പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ശേഷം നമുക്കത് ചേർക്കാം. ഇപ്പോൾ നമ്മളെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് നത്തോലി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് വാങ്ങിയെടുക്കാം. നമുക്കിന്ന് കുറച്ച് പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കാം. ഇത് പച്ചക്കായ എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു വാഴക്കൊലയായിരുന്നു. അത് കാറ്റിന് മഴയുമെല്ലാം ഉണ്ടാകുമ്പം ഒടിഞ്ഞു വീണതാണ്. അപ്പോൾ വലിയ മൂത്ത കായൊന്നുമല്ല, ചെറിയ കായയാണ്, പഴുപ്പിക്കാനൊന്നും പറ്റാത്ത കായ. അപ്പോൾ നമ്മൾ വെറുതെ ഇത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ കായ ഉപ്പേരി ആക്കാനുള്ള കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയൊരു സവാളയും കൂടി ഇട്ട് പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം. നമുക്ക് കായ ഉപ്പേരിയിലേക്കുള്ള കടുക് പൊട്ടിച്ചെടുക്കാം. കടുക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ക്രഷ്ഡ് ചില്ലി, പിന്നെ കറിവേപ്പില. നമ്മുടെ നത്തോലി കറി, പിന്നെ കായ ഉപ്പേരി, പിന്നെ ഒരു അച്ചാറും.